Hello dear students, I hope all of you are fine. We can start our class. Okay, last class we were discussed about national income and different definitions or different terminologies of national income. In this class I am going to explain methods of measurement of national income. How can we measure national income? നാഷണൽ ഇൻകം എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. There are three different methods for estimating or measuring national income. First method is income method, second expenditure method, third value added method or product method. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ലോകത്ത് പല കൺട്രീസും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻകം മെത്തേഡ് വളരെ സിമ്പിളാണ് മൂന്നും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൻ്റെ തീം എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത് തന്നെ എഴുതിയാലും മതി. അപ്പോൾ ഇൻകം മെത്തേഡ് എന്താണ്? ഇൻകം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു രാജ്യത്തെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ നാഷണൽ ഇൻകം അണ്ടർ ഇൻകം മെത്തേഡ് ഈസ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ദാറ്റ് മീൻ നാഷണൽ ഇൻകം അണ്ടർ ഇൻകം മെത്തേഡ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? അത് നമുക്ക് മെഷർ ചെയ്യുന്നത് ഒരു രാജ്യത്തുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഏൺ ചെയ്യുന്ന ഇൻകം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അണ്ടർ ഇൻകം മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് ഇൻകം ഏൺഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻകം മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം ഈസ് എന്താണ്? നാഷണൽ ഇൻകം ഈസ് ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ നേഷൻ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. അത് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു വർഷം, ഏതെങ്കിലും പർട്ടിക്കുലർ ഇയറിൽ ഒരു രാജ്യത്തുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും ടോട്ടൽ ഏണിങ്സ് ആണ്. ഓക്കെ, ഇൻകം ഏണിങ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഇൻകം മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് സമ്മേഷൻ ഓഫ് all income earned by national income is summation of income earned by all factors of production of a nation during a period of time. As you know that basically there are four important factors of production. നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മൾ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ വ്യക്തികളും ഒന്നുകിൽ ലാൻഡ് ഹോൾഡേഴ്സ് ആയിരിക്കും, ലേബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓണേഴ്സ് ആയിരിക്കും, ഓർഗനൈസേഴ്സ് ആയിരിക്കും. ഇതിലൊക്കെ ആരെങ്കിലും ഒരാളായിരിക്കും നമ്മളൊക്കെ. ഓക്കെ, അപ്പോൾ ദേ ആർ റിസീവിങ് റെൻറ്റ്. അപ്പോൾ ഇവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ലാൻഡിൻ്റെ ഏണിങ്സ് റെൻ്റാണ് അല്ലേ? ലാൻഡിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ റെൻറ്റ്, ലേബർ കൊടുക്കുന്നത് വേജ്, ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഓർഗനൈസർക്ക് കൊടുക്കുന്നത് പ്രോഫിറ്റ്. അപ്പോൾ ഈ ടോട്ടൽ ഏണിങ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എ നാഷണൽ ഇൻകം അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ആസ് പെർ ദി ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് പ്രകാരം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ടോട്ടൽ ഏണിങ്സ് ആണ് ഒരു രാജ്യം ഒരു വർഷം കിട്ടുന്ന മൊത്തം ഏണിങ്സ് ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സമ്മേഷൻ ഓഫ് നാഷണൽ ഇൻകം ഈസ് സമ്മേഷൻ ഓഫ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് മീൻ നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു വേജ് പ്ലസ് ടോട്ടൽ വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് അതുപോലെ തന്നെ പ്രോഫിറ്റ്. ഇതാണ് നാഷണൽ ഇൻകം അണ്ടർ ഇൻകം മെത്തേഡ്. ഒരു രാജ്യത്തുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആ വർഷം അവർ ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകമാണ്
എന്ത് നാഷണൽ ഇൻകം. ഓക്കെ, ആസ് പെർ ഇൻകം മെത്തേഡ്. 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അണ്ടർ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നാഷണൽ ഇൻകം ക്യാൻ ബി കാൽക്കുലേറ്റഡ് by taking all expenditure made on goods and services during a year. അപ്പോൾ ഒരു വർഷം ഒരു രാജ്യത്തെ വ്യക്തികൾ അവർ ആ വർഷം ചെലവാക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഗുഡ്സ് ആൻഡ് സർവീസസും വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ സമ്മേഷനാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം ആസ് പെർ ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഒരു രാജ്യത്തുള്ള വ്യക്തികളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ സം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ രാജ്യത്തെ ടോട്ടൽ നാഷണൽ ഇൻകം കിട്ടും ആസ് പെർ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകം ഹൗ ക്യാൻ യു എസ്റ്റിമേറ്റ്? നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ഏതെല്ലാം ടൈപ്സ് എക്സ്പെൻഡിച്ചർ ആണുള്ളത്? നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻഡിവിജ്വൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് അത് ആഡ് ചെയ്യുക, പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 2 പ്ലസ് എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ്, ഏതെങ്കിലും ഒരു വർഷത്തിൽ ഇതിൻ്റെ ടോട്ടലാണ് നാഷണൽ ഇൻകം ആസ് പെർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ അണ്ടർ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ എങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു രാജ്യത്തുള്ള ഇൻഡിവിജ്വൽസ്, ഗവൺമെൻറ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആ വർഷം വ്യത്യസ്ത ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടി ചെലവാക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ സം ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമ്മേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഒരു വർഷത്തെ 2020 പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്, അത് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആവും, എന്തും ആവാം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ആസ് പെർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു ഇങ്ങനെ സെക്കൻഡ് മെത്തേഡിൽ നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു വൈ വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഐ എന്ന് പറയുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ജി എന്ന് പറയുന്ന ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം, ദാറ്റ് മീൻ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, എക്സ് മൈനസ് എം. ദിസ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ആസ് പെർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. കണ്ടോ, ഇക്വേഷൻ കണ്ടില്ലേ? ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി വാല്യൂ ആഡഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ്. ഹൗ ക്യാൻ വി മെഷർ ദ national income as per value added method? In this method, national income can be measured by taking value added by each industry. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡസ്ട്രി പിന്നെ അവർ ആഡ് ചെയ്യുന്ന വാല്യൂസ് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. വാല്യൂ ആഡഡ് മെത്തേഡുകൾ പ്രകാരം നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഫേസ് അല്ലെങ്കിൽ വ്യത്യസ്ത സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, ഒരു സാധനം, ഒരു ചപ്പാത്തി പാക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് പാക്കറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത സ്റ്റേജിലൂടെ വരുന്ന ഒരു സംഭവമാണത്, ഇല്ലേ? അപ്പോൾ അതിന് ഓരോ സ്റ്റേജ്, ഒരു ഇൻഡസ്ട്രി മറ്റൊരു സ്റ്റേജിലായിട്ട് ഒരു പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ആഡ് ചെയ്യും. ആ മറ്റൊരു ഇൻഡസ്ട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയും ഒരു നിശ്ചിത എമൗണ്ട് വാല്യൂ ആഡ് ചെയ്യും. ആ വാല്യൂ ആഡ് ചെയ്യുന്നത് സം ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ value of material outputs and inputs at each stage of production is called value added. Okay,
അപ്പോൾ എന്താണ് വാല്യൂ ആഡഡ് എന്ന് എന്താണ്, ഹൗ ക്യാൻ യു ഡിഫൈൻ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്സ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കാൾഡ് വാല്യൂ ആഡഡ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും ഇൻപുട്സിൻ്റെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് കാൾഡ് വാല്യൂ. ആ വാല്യൂ ആഡഡ് ആണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഈ പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം, വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ വാല്യൂ ആഡഡ് ബൈ ഈച്ച് ഇൻഡസ്ട്രി ടു ദ റോ മെറ്റീരിയൽസ് that is brought from one industry to another industry. Okay, അപ്പോൾ not another industry. അപ്പോൾ it is a value added by each industry to the raw materials that is brought from one industry. ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മൾ വാങ്ങുകയാണ് റോ മെറ്റീരിയൽസ് അല്ലേ? ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മൾ പിന്നെ വാങ്ങി, പിന്നെ നമ്മളതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളും മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടാണ് അത് ഈ വാല്യൂ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, വളരെ സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു റൈസ് കൊണ്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 100 രൂപക്ക് റൈസ് വാങ്ങി. വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. 100 രൂപക്ക് റൈസ് വാങ്ങി. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അരിക്കച്ചവടക്കാരനിൽ നിന്ന് അരി വാങ്ങി 100 രൂപക്ക്. ഓക്കെ, അല്ലെങ്കിൽ 100 കിലോ അരി വാങ്ങി. ഓക്കെ, 100 രൂപക്ക് 100 kg റൈസ് വാങ്ങി എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ 100 കിലോ റൈസ് അല്ലേ? അപ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്തു? അപ്പോൾ അരിക്കച്ചവടക്കാരനാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ 100 കിലോ റൈസ്. അപ്പോൾ ഞാനത് രണ്ടാമത്തെ സ്റ്റേജിൽ 100 കിലോ റൈസ് എന്ത് ചെയ്യും? അതൊരു ഫ്ലോർ മില്ല് അല്ലെങ്കിൽ അരിയും അതുപോലെ തന്നെ ഇതൊക്കെ പൊടിക്കുന്ന ഇതുണ്ടല്ലോ, മില്ലുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? അത് വാങ്ങി. അതിപ്പോൾ അതുപോലെ തന്നെ ഫ്ലോർ മിൽ ചാർജ്, ആ അരി പ്ലസ് ഫ്ലോർ മിൽ ചാർജ്, അതിപ്പോൾ അരി പൊടിയാക്കി. മില്ലുകാരൻ എന്താ ചെയ്തു? ആ അരി പൊടിച്ചു. അപ്പോൾ എന്തായി? ആ 100 കിലോ റൈസിൻ്റെ പ്രൈസ് പ്ലസ് അതിനുള്ള പിന്നെ കോസ്റ്റ് പ്ലസ് റൈസ് പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള കോസ്റ്റ് പ്ലസ് ഒരു അഡീഷണൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഫ്ലോർ മിൽ ചാർജ് അല്ലേ? അത് പൊടിക്കാനുള്ള ചാർജ് കൂടെ വന്നു. 100 കിലോ അരിക്ക് 3000 രൂപയാണെങ്കിൽ 3000 പ്ലസ് 200 രൂപ അല്ലെങ്കിൽ 500 രൂപ പൊടിക്കാൻ വെച്ചാൽ 3500 ആയി സെക്കൻഡ് സ്റ്റേജിൽ. ഓക്കെ, തേർഡ് സ്റ്റേജിൽ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ എക്സാമ്പിൾ അരി പൊടിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് അരിപ്പൊടിയുടെ ഒരു പാക്കറ്റാണ്. അപ്പോൾ 100 കിലോ അടുത്ത തേർഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും? പാക്കിംഗ് ചാർജ് കൂടെ വരും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് പ്ലസ് 100 കിലോ റൈസ് പ്ലസ് ഫ്ലോർ മിൽ ചാർജ് പ്ലസ് അതാണ് സെക്കൻഡ് സ്റ്റേജിൽ വന്നത്. അത് പ്ലസ് മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? 2 പ്ലസ് പാക്കിംഗ് ചാർജ് വരും. ഞാൻ ജസ്റ്റ് ഒരു സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, കംപ്ലീറ്റ് എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ 2 പ്ലസ് പാക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ തേർഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റേജിലുള്ള എമൗണ്ട് പ്ലസ് ആ പാക്കിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്തിട്ട് ആണ് അടുത്ത സ്റ്റേജിലോട്ട് കൊടുക്കുക. ഓക്കെ, ഫൈനൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ എന്താണ്? പ്ലസ് മാർക്കറ്റിൽ ഒരു ചെറിയൊരു നിശ്ചിത പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് മാർക്കറ്റിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നിന്ന് 100 കിലോ റൈസ് വാങ്ങിയത് ഒരു സ്റ്റേജ്. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫ്ലോർ മിൽ ചാർജാണ്. തേർഡ് സ്റ്റേജിൽ വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് പാക്കിംഗ് ചാർജാണ്. ഫോർത്ത് സ്റ്റേജ് വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ എന്താണ്? അതിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് മാർജിൻ പ്രോഫിറ്റ് കൂടെ എടുത്തിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു എമൗണ്ട് വാല്യൂ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മളത് വിൽക്കുക. അപ്പോൾ അതാണ് തേർഡ് സ്റ്റേജിൽ അതുകൂടെ നമ്മൾ പരിഗണിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിലും
നിശ്ചിത വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ആ ആഡ് ചെയ്യുന്ന വാല്യൂസ് ടോട്ടൽ ചെയ്ത് അല്ലെങ്കിൽ സം ചെയ്തിട്ട് ആണ് നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 100 കിലോ റൈസ് പ്ലസ്, അതിലടുത്ത സ്റ്റേജിൽ പിന്നെ വാല്യൂ ആഡ് ചെയ്യുന്നത് ഫ്ലോർ മിൽ ചാർജ് പ്ലസ്, പിന്നെ പാക്കിംഗ് ചാർജ് പ്ലസ്, പിന്നെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു അപ്പോൾ ഇങ്ങനെ അതാണ് വിച്ച് ഇസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് 100 കിലോ റൈസിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ അതാണ് ഒരു വാല്യൂ. രണ്ടാമത്തെ സ്റ്റേജ് 100 കിലോ പ്രൈസ്, 100 കിലോ റൈസിൻ്റെ പ്രൈസും അരിയുടെ പ്രൈസും പിന്നെ ഫ്ലോർ മില്ലിൻ്റെ ചാർജും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് സെക്കൻഡ് സ്റ്റേജ് വാല്യൂ ഇടുന്നത്. മൂന്നാമത്തത് പിന്നെ പാക്കിംഗ് ചാർജാണ്. നാലാമത്തത് സർട്ടൈൻ പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ ഈ വാല്യൂ ആഡ് ചെയ്തത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സം ചെയ്യുക, എന്നിട്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യാം. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ ദിസ് ആർ ദ 3 വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ്. ഇത് എല്ലാ കൺട്രീസും ഈ 3 മെത്തേഡ്സ് ആണ്. ഒന്നിനക്ക് 2 മെത്തേഡ് ഫോളോ ചെയ്യും, ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നടക്കുന്നത്. ഒരു രാജ്യത്തെ ദേശീയ വരുമാനം നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ രൂപത്തിലാണ്, വേറെ ഒരു മെത്തേഡും ഇല്ല. പിന്നെ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം? എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഫസ്റ്റ്, സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ ഒരിക്കലും സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, സെക്കൻഡ് ഹാൻഡ് സെയിൽസ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ്, ഫ്രഷ് സെയിൽസ് അല്ല, ഫ്രഷ് സെയിൽസ് ആൻഡ് പർച്ചേസ് അല്ല, സെക്കൻഡ് ഹാൻഡ് സെയിൽസ് ആൻഡ് പർച്ചേസ് ഒരിക്കലും നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പിന്നെ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറീസ് ഗുഡ്സ് ഷുഡ് നോട്ട് ബി കൗണ്ടഡ്. ഇൻ്റർമീഡിയറി ഗുഡ്സ് ഉണ്ടല്ലോ, ഓൺലി വി ഷുഡ് കൗണ്ട് ദ ഫൈനൽ ഗുഡ്സ്. ഇൻ്റർമീഡിയറി ഗുഡ്സ് ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടില്ല. 3, സർവീസസ് ഓഫ് വൈഫ്സ് ഷുഡ് നോട്ട് ബി കൗണ്ടഡ്. വീട്ടിൽ ജോലി ചെയ്യുന്ന ഭാര്യമാർ, അവരുടെ സർവീസ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടില്ല നാഷണൽ ഇൻകത്തിൽ. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ് ഷുഡ് നോട്ട് ബി കൗണ്ടഡ്. ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കൊടുക്കുന്ന ഡൊണേഷൻസ്, ഗിഫ്റ്റ്, അതുപോലെ തന്നെ പെൻഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും കൊടുക്കുന്നു, എംപ്ലോയ്മെൻറ്റ്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് എക്സെട്ര. ഇതൊന്നും ഒരിക്കലും നാഷണൽ ഇൻകത്ത് കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇല്ലീഗൽ ഇൻകം ജനറേറ്റഡ് ഫ്രം ഹവാല, സ്മഗ്ലിംഗ് എക്സെട്ര ഷുഡ് നോട്ട് ബി കൗണ്ടഡ്. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള പിന്നെ കള്ളപ്പണം ഒന്നും ഒരിക്കലും എന്താണ് ഈ നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താൻ പാടില്ല. പിന്നെ വിൻഫാൾ ഗെയിൻ ഷുഡ് നോട്ട് ബി കൗണ്ടഡ്. ലോട്ടറി അടിച്ച ഒരാൾക്ക്, ഓക്കെ, അതൊരിക്കലും എന്താണ് നാഷണൽ ഇൻകത്തിൽ വരാൻ പാടില്ല. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഷുഡ് നോട്ട് ബി സെപ്പറേറ്റ്ലി ഇൻക്ലൂഡഡ്. കോർപ്പറേറ്റ് ടാക്സ് ഒരിക്കലും എന്താണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ നാഷണൽ ഇൻകത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്, പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും ഉൾപ്പെടുത്താൻ പാടില്ല. ഓക്കെ, സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഷെയർസ് ആൻഡ് ബോൺസ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയറും അതുപോലെ തന്നെ ബോൺസ് ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്, അതൊരിക്കലും നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ദിസ് ആർ ദ 8 ഇമ്പോർട്ടൻസ് പ്രിക്കോഷൻ that should be considered while measuring national income. ഇനിയും എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം നാഷണൽ ഇൻകം മെഷർ ചെയ്ത വ്യക്തി ദാദാഭായ് നവറോജി എന്നാണ് 1868 നാഷണൽ ഇൻകം അയാൾ മെഷർ ചെയ്തതെന്നാണ് 1876. അപ്പോൾ 1876 അദ്ദേഹം ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്ത്. ഏത് വർഷത്തെ? 1868 നാഷണൽ ഇൻകം എന്നാണ് മെഷർ ചെയ്ത്? 1876 മെഷർ ചെയ്തു. ഓക്കെ, പക്ഷേ അതെന്താണ് ഒരു സയൻറ്റിഫിക് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ആയിരുന്നില്ല ദാദാഭായ് നവറോജിയുടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്ത വ്യക്തി വി കെ ആർ
VK RV റാവു എന്ന ആളാണ് ഇന്ന് 1940 റാവു എന്ന ആളാണ് ഒരു സയൻറ്റിഫിക് എസ്റ്റിമേഷൻ, ഓക്കെ, അത് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞ ഇൻകം മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ അങ്ങനെ ഒരു കറക്റ്റ് മെത്തഡോളജി ഫോളോ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത വ്യക്തി റാവു ആണ്, VK RV റാവു. ഓക്കെ, അപ്പോൾ അയാൾ 1940 എസ്റ്റിമേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്, CSO. അപ്പോൾ ഇന്ത്യയിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ CSO. മറക്കരുതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇന്ത്യയിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ CSO ആണ്. ഓക്കെ, അപ്പോൾ CSO എസ്റ്റിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് 2 കോമ്പിനേഷൻ ആണ്. ആക്ച്വലി ദേ ആർ യൂസിങ് കോമ്പിനേഷൻ ഓഫ് ഇൻകം ആൻഡ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇൻകം മെത്തേഡും അതുപോലെ പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ഒരു മിക്സഡ് മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചില സെക്ടറിൽ പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു, ചില സെക്ടറിൽ ഇൻകം മെത്തേഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടും ഇൻകം മെത്തേഡ് എല്ലാ സെക്ടറിലും ഒരേ രൂപത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ പ്രോഡക്റ്റ് മെത്തേഡും ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൽ എല്ലാ സെക്ടറിലും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ നൗ ഫോളോയിങ് എ കോമ്പിനേഷൻ ഓഫ് ഇൻകം ആൻഡ് പ്രോഡക്റ്റ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹിസ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇതാണ്, ദിസ് ഈസ് അബൌട്ട് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇനി വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം? ഫസ്റ്റ്, നോൺ മോണിറ്ററൈസ്ഡ് സെക്ടർ. ഇന്ത്യൻ എക്കോണമിയുടെ പ്രത്യേകത ഇപ്പോഴും എന്താണ്? നോൺ മോണിറ്ററൈസ്ഡ് സെക്ടർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അണ്ടർ ഡെവലപ്ഡ് ഏരിയ പല ഏരിയയിലും, നാഗാലാൻഡ് പോലത്തെ പല രാജ്യങ്ങളിലും ഉള്ള ഏരിയ ഒരുപാട് നോൺ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള കുറേ ഏരിയകളുണ്ട്. ഓക്കെ, അത് അവിടെ ബാർട്ടർ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും ഈ നോൺ മോണിറ്ററൈസ്ഡ് സെക്ടർ ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി അവിടെ നടക്കുന്ന പ്രൊഡക്ഷനും കൺസംഷനും അവിടെ ഇൻകം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ പാർട്ടാണ് അവരൊക്കെ. ഡ്യൂ ടു നോൺ മോണിറ്റൈസേഷൻ sector, we cannot estimate properly, we cannot estimate national income. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആ സെക്ടറിലെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലെ നാഷണൽ ഇൻകം നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ഒക്യുപ്പേഷണൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ ഒരു കറക്റ്റ് പ്രോപ്പർ ഒക്യുപ്പേഷൻ ഹൗസ് ഹോൾഡിലുള്ള വ്യക്തികൾക്ക് ഇല്ല. ഒന്നിൽ കൂടെ മൾട്ടിപ്പിൾ ഒക്യുപ്പേഷൻ എൻഗേജ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, കൂലിപ്പണിക്കും പോവും, ഓട്ടോ ഡ്രൈവർ പണിക്കും പോവും, അതുപോലെ തന്നെ ബിസിനസ്സും ചെയ്യും, അത് പല പരിപാടിയാണ്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഒക്യുപ്പേഷണൽ ബിഹേവിയർ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് എന്ത് പറ്റില്ല? പ്രോപ്പറായിട്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാക്ക് ഓഫ് ഒക്യുപ്പേഷണൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡിഫിക്കൽട്ടി ഫോർ മെഷറിങ് നാഷണൽ ഇൻകം. പിന്നെ ഇൻഅഡിക്വേറ്റ് അക്കൗണ്ട്സ്, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട് പല ആളുകളും സൂക്ഷിക്കുന്നില്ല, അത് മറ്റൊരു പ്രശ്നം. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ജനറൽ പ്രോബ്ലം പ്രൈസ് ചേഞ്ച്. വില അങ്ങനെ ഓരോ മാസം ഓരോ ദിവസവും എല്ലാത്തിൻ്റെ വില മാറിക്കൊണ്ടിരിക്കണം. അതൊരു എസ്റ്റിമേഷനിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇല്ലീഗൽ ഇൻകം, നന്നായിട്ട് ഇല്ലീഗൽ ഇൻകം ഇന്ത്യൻ എക്കോണമിയിലുണ്ട്, അല്ലെങ്കിൽ ഏതൊരു എക്കോണമിയിലുണ്ട്. എക്സാമ്പിൾ ഗാംബ്ലിംഗ്, ബ്ലാക്ക് മാർക്കറ്റ്സ്, സ്മഗ്ലിംഗ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ദീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. അതങ്ങനെ ഇല്ലീഗൽ ഇൻകംസ് ആർ നോട്ട് പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. ബട്ട് ആക്ച്വലി അത് നമ്മുടെ എക്കോണമിയിലുള്ള ഇൻകമാണ്. പക്ഷേ മെഷർ ചെയ്യുമ്പോൾ നമ്മളത് എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. പിന്നെ പബ്ലിക് സർവീസസ്. അപ്പോൾ മറ്റൊരു മെഷർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇഷ്ടം പോലെ ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട്, അല്ലെങ്കിൽ ഏതൊരു എക്കോണമിയിലും ഒരുപാട് സർവീസുകളുണ്ട്. അപ്പോൾ ആ സർവീസുകളുടെയൊക്കെ പബ്ലിക് സർവീസ്, മിലിറ്ററി, പോലീസ്, എക്സെട്ര, ഓക്കെ, അങ്ങനെ പല സർവീസ്. അപ്പോൾ അവരൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്യുക, മെഷർ ചെയ്യുക എന്നുള്ളത് ഒരു
പ്രോബ്ലം തന്നെയാണ്. ഇതൊക്കെ ഒരു പോയിൻ്റായിട്ട് പറയുന്നത് മാത്രം കേട്ടോ. പിന്നെ നോൺ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ. അപ്പോൾ ഒരു പ്രോപ്പർ ഡാറ്റ, ഒരു ഇൻഫർമേഷൻ ഇൻകത്തെക്കുറിച്ചും അതുപോലെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും വാല്യൂ ആർഡറിനെ കുറിച്ചും ഒന്നും നമുക്ക് ഇല്ലാത്തത് മറ്റൊരു പ്രോബ്ലമാണ്. പിന്നെ ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഒരേ വാല്യൂ, ഒരേ സാധനത്തിൻ്റെ വില, ഒരു സാധനം ഒരു എമൗണ്ട് ഒന്നിൽ കൂടുതൽ തവണ കൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർമീഡിയറി ഗുഡ്സ് നമ്മൾ കൗണ്ട് ചെയ്താൽ ഈ ഡബിൾ കൗണ്ടിങ് ഇഷ്യൂ വരും. ഓക്കെ, വാല്യൂ ആഡ് ചെയ്യാണ്ട് ഇൻ്റർമീഡിയറി ഗുഡ്സിൻ്റെ ഇൻ്റർമീഡിയറി ഗുഡ്സ് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ് ഇഷ്യൂ വരും. ഒന്നിൽ കൂടുതൽ ഒരേ സാധനം വീണ്ടും കൗണ്ട് ചെയ്യുക, അതാണ് ഡബിൾ കൗണ്ടിങ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡബിൾ കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഡബിൾ കൗണ്ടിങ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഫെയിലിയർ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻ്റർമീഡിയറി ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ചില എക്കോണമിയിൽ, ചില സിസ്റ്റത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് മെഷർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എത്രയാണ്, ഡിപ്രീസിയേഷൻ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതൊരു പ്രോബ്ലമാണ്. ഡിപ്രീസിയേഷൻ നമ്മൾ നാഷണൽ ഇൻകത്ത് ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടിയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ ഇൻവെൻട്രി ചേഞ്ചസ്. അപ്പോൾ ഇൻവെൻട്രിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇൻവെൻട്രിയിൽ ഉണ്ടാകുന്ന മാറ്റം, പുതിയ മോഡേൺ ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അതൊന്നും നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ അത് ഉൾപ്പെടുത്താനൊന്നും നമുക്ക് കഴിയില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫിക്കൽട്ടീസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ നാഷണൽ ഇൻകം. ഒന്ന്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ നാഷണൽ ഇൻകം? ഒന്ന്, ലെവൽ ഓഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതിന് എന്തുകൊണ്ടാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക. രണ്ട്, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് വേരിയസ് സെക്ടേഴ്സ്. ഒരു എക്കോണമിയിൽ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, വ്യത്യസ്ത സെക്ടേഴ്സിന് അവരുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നാഷണൽ ഇൻകം ഉപയോഗിക്കാം. അതിൻ്റെ എസ്റ്റിമേഷൻ ഉപയോഗപ്പെടും. പിന്നെ എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് പ്ലാനിങ്. പ്രോപ്പറായിട്ട് എക്കണോമിക് പ്ലാനിങ് ഫോർമുലേറ്റ് ചെയ്യാം. നമുക്ക് ഇന്ത്യയുടെ GDP എത്ര, ഗ്രോത്ത് എത്ര, പെർ ക്യാപിറ്റ ഇൻകം എത്ര എന്നുള്ള കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും. സ്ട്രക്ചറൽ ചേഞ്ചസ്. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചറൽ ചേഞ്ച്. ഒരു എക്കണോമിയിലുള്ള സ്ട്രക്ചറൽ ചേഞ്ച് മനസ്സിലാക്കാൻ നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ വളരെ അത്യാവശ്യമാണ്. മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് വെൽഫെയർ. ഒരു രാജ്യത്തിൻ്റെ വെൽഫെയറും സാമ്പത്തിക വളർച്ചയും മനസ്സിലാക്കാം നമുക്ക് എന്ത് വേണം? എസ്റ്റിമേഷൻ, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ വേണം. ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടൈംലി എക്കണോമിക് പോളിസീസ്. ഓരോ ടൈം ബൗണ്ടായിട്ട് സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിക്കാനും ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ആവശ്യമാണ്. പിന്നെ കമ്പയർ ഓഫ് ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അക്രോസ് നേഷൻ. രാജ്യങ്ങൾ തമ്മിലുള്ള നമ്മൾ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ രാജ്യം ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ആണോ, അണ്ടർ ഡെവലപ്ഡ് ആണോ എന്നൊക്കെ നോക്കുന്നത് ദേശീയ വരുമാനത്തിൻ്റെ, നാഷണൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്.